ഹായ്, എസൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന കുറച്ച് ടിപ്സ് എന്തൊക്കെയാണെന്നുള്ളത് ആണ്. അതായത് ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. മാത്രമല്ല ദീർഘകാലത്തേക്ക് ആ ബന്ധം നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അവൾ എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാതെ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് എങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കാൻ പറ്റുക എന്ന രീതിയിൽ ചിന്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നമുക്കുണ്ടാവുക വാശി മാത്രമാണ്. അവരാണ് കുറ്റം ചെയ്തത് എന്നുള്ളത് തെളിയിക്കണം എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് കാര്യമില്ല. ഒരു റിലേഷൻഷിപ്പിൽ അവർ തോറ്റു കഴിഞ്ഞാലും നിങ്ങൾ തോറ്റു കഴിഞ്ഞാലും രണ്ടുപേരും ഒരുമിച്ചാണ് തോൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു ബന്ധം വിജയിക്കണമെങ്കിൽ അത് രണ്ടുപേരും കൂടി ശ്രമിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രശ്ന പരിഹാരം എന്നതിന് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. കുറ്റപ്പെടുത്തുക എന്നുള്ളതിന് പ്രാധാന്യം അത്ര രീതിയിലാണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ചിന്ത തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവരെന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയാനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന അഭിപ്രായത്തെ മാനിക്കാതിരിക്കരുത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്തൊരു മുറിവേൽക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുക. അതായത് നമ്മളവർ കുത്തി നോവിക്കുന്നത് പോലെ അവർക്ക് തോന്നും എന്നുള്ളതാണ്. അവരങ്ങനെ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെയും അവരുടെയും അങ്ങനെ നല്ലതിന് വേണ്ടിയിട്ടാണ്, ഈ റിലേഷൻഷിപ്പിന്റെ നല്ലതിന് വേണ്ടിയിട്ടാവും പറയണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ കേൾക്കാത്ത പോലെ അല്ലെങ്കിൽ പരിഗണിക്കാതിരിക്കുന്ന ഒരു സ്വഭാവം ഒരിക്കലും ഉണ്ടാവരുത്. അവർ പറയുന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ കേൾക്കാനും മാനിക്കാനും അതിൻ്റെതായ വില കൊടുക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, പൊതുസ്ഥലങ്ങളിൽ ഒരിക്കലും നിങ്ങൾ ബഹുമാനമില്ലാതെ പെരുമാറാതിരിക്കുക. അതായത് ബഹുമാനത്തോടു കൂടി, റെസ്പെക്റ്റോട് കൂടിയിട്ട് രണ്ടുപേരും പെരുമാറുക എന്നുള്ളതാണ്. ചിലരൊക്കെ ചെയ്യുന്നൊരു കാര്യമുണ്ട്, നട റോഡിൽ നിന്ന് വഴക്കുണ്ടാക്കുന്ന ആളുകളുണ്ട്. അത് കല്യാണം കഴിഞ്ഞ ആളുകളായിരിക്കും, അല്ലെങ്കിൽ പ്രണയിക്കുന്നവരായിരിക്കാം. ചുറ്റും ആളുകളുണ്ടെന്നൊന്നും ചിന്തിക്കാതെ വായത്തൊന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ബഹുമാനമില്ലാതെ പെരുമാറി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് മോശമായിട്ടുണ്ടാവുക. മാത്രമല്ല, നിങ്ങൾ അങ്ങനെ പൊതുസ്ഥലത്ത് വെച്ച് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ അടുത്ത് പെരുമാറി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒരിക്കലും നിങ്ങൾ സ്നേഹിക്കാൻ പറ്റില്ല. അവർ വെറുക്കുന്ന ലിസ്റ്റിൽ ഏറ്റവും ഫസ്റ്റ് ഉണ്ടാവുക നിങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ബഹുമാനമില്ലാതെ ഒരിക്കലും നിങ്ങൾ പെരുമാറരുത്, പ്രത്യേകിച്ച് പൊതുസ്ഥലങ്ങളിൽ വെച്ചിട്ട്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വേണ്ട കാര്യങ്ങളിൽ ഒന്ന് സൗഹൃദമാണ്. പ്രണയം മാത്രം പോരാ, കൂടെ സൗഹൃദവും വേണം. അതുകൊണ്ട് തന്നെ ഒരു സുഹൃത്തായിട്ടും കൂടി നിങ്ങൾ നിൽക്കുക എന്നുള്ളതാണ്. നമ്മളെങ്ങനെയാണ് നമ്മുടെ കൂട്ടുകാരോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും, ഓപ്പണായിട്ട് പറയും. അവിടെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ഹൈഡ് ചെയ്യില്ല. നമ്മളുടെ ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ പറയുന്ന കോമഡികളാണെന്നുണ്ടെങ്കിലും ഒക്കെ ചിലപ്പോൾ നമ്മൾ ചളികൾ എന്നൊക്കെ പറയില്ലേ, ആ സംഭവങ്ങൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇരുന്ന് പറയാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടെങ്കിലേ അവിടെ രസം ഉണ്ടാവുള്ളൂ. ആ ഒരു റിലേഷൻഷിപ്പിന് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റണം, തമാശ പറയാൻ പറ്റണം, പൊട്ടിച്ചിരിക്കാൻ പറ്റണം, വിഷമങ്ങൾ പറയാൻ പറ്റണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒരിടം എന്നുണ്ടെങ്കിൽ അത് ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവിടെ സൗഹൃദം വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു സുഹൃത്തായി നിൽക്കാൻ കൂടി ശ്രമിക്കുക. ആ ഒരു സ്വഭാവം കൂടി നിങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ള ബന്ധങ്ങളുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തെ താരതമ്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് പേര് ചെയ്യുന്നൊരു കാര്യമുണ്ട്, അവരങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് അങ്ങനെയാണല്ലോ, അവരവിടേക്കൊക്കെ പോകുന്നുണ്ടല്ലോ, നമ്മളെന്തിങ്ങനെ എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാണുന്നതാവില്ല സത്യം എന്നുള്ളത്. നമ്മൾ കാണുമ്പോൾ മറ്റുള്ള ആളുകൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടാവും. അവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അവരുടെ വീട്ടിൽ 4 ചുമരുകളുടെ ഉള്ളിൽ ആയിരിക്കും അതിൻ്റെ സത്യാവസ്ഥ ഉണ്ടാവുക. ചിലപ്പോൾ അവർ തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, വഴക്കുണ്ടായിരിക്കും. പുറമെ അവരത് കാണിക്കുന്നുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ബന്ധം ചിലപ്പോൾ ഒരു വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ട്രിപ്പ് പോകുന്നില്ല എന്നുള്ളതോ, അല്ലെങ്കിൽ കുറേ സമയം കൂടി ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതോ, അങ്ങനെ തിരക്ക് കൊണ്ട് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ബന്ധമാണ് മോശം, അവരുടെ ബന്ധമാണ് നല്ലത് എന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ. കാരണം നമ്മളെക്കാൾ മോശമായിരിക്കുകയാണ് അപ്പുറത്തുള്ളവരുടെ റിലേഷൻഷിപ്പ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളുടെ റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങളുടെ താരതമ്യം ചെയ്യാതിരിക്കുക. എല്ലാ ബന്ധങ്ങളിലും പ്രശ്നം ഉണ്ടാവും. പകരം നമ്മൾ ചെയ്യേണ്ടത്, പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. താരതമ്യം ഒരിക്കലും അരുത്. അതൊരിക്കലും നിങ്ങളുടെ പാർട്ട്ണർ അടുത്ത് നിങ്ങൾ പറയാതിരിക്കുക. അവൾ അങ്ങനെയാണ് അല്ലെങ്കിൽ അവൻ അങ്ങനെയാണല്ലോ, നീ എന്താണ് ഇങ്ങനെ എന്നുള്ള രീതിയിൽ ഒരിക്കലും അവരോട് ചോദിക്കാതിരിക്കുക. അവരെങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അവരുടെ പോരായ്മകൾ കണ്ടുപിടിച്ച് പറയാനൊക്കെ നമുക്ക് ഭയങ്കര എളുപ്പമുണ്ടാവും. പക്ഷെ അത് പറയുന്ന സമയത്ത് അത് കേട്ടിരിക്കുന്ന ആളുടെ, നമ്മൾ പറയില്ലേ, ഇടനെഞ്ച് പൊട്ടുന്നൊരു വേദന ചിലപ്പോൾ അവർ അനുഭവിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കുക. റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ പരസ്പരം മനസ്സിലാക്കി സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും കൂടുതലായിട്ട് ഞാൻ എന്താ ചെയ്യണ്ടേ എന്നുള്ളൊരു കാര്യം ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നിങ്ങളുടെ ബന്ധം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ അവരെ മനസ്സിലാക്കാൻ തുടങ്ങും, അവർ നമ്മളെയും മനസ്സിലാക്കാൻ തുടങ്ങും. അവിടെ കൂടുതൽ സ്നേഹം ഇങ്ങനെ കൂടിക്കൂടി വരും. സ്നേഹം കൂടി വരുമ്പോൾ പരസ്പരം മിസ് ചെയ്യാൻ തുടങ്ങും, കാണണം എന്നുള്ള ആഗ്രഹം തോന്നി തുടങ്ങും. പരസ്പരം കാണുന്ന സമയത്ത് നമുക്കൊന്ന് കെട്ടിപ്പിടിക്കണം തോന്നും. അത്രയും ഒരു സ്നേഹവും ഫീലിങ്സും ഒക്കെ നമുക്ക് തോന്നുന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മനസ്സിലാക്കുക, പരസ്പരം മനസ്സിലാക്കുക, ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട രീതിയിലുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്